ഇന്ന് ഞങ്ങൾ റിയാദ് ബത്തയിൽ നിന്ന് എയർപോർട്ടിലേക്ക് പുതിയതായി തുടങ്ങിയ മെട്രോ ട്രെയിനിൽ യാത്ര പോവുകയാണ്. ഇന്ന് ജനുവരി 24 വെള്ളിയാഴ്ചയാണ്. ബത്ത ടെർമിനലിൽ പ്രവേശിച്ചു. അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് സ്റ്റെപ്പ് ഇറങ്ങി. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനിൽ നിന്ന് ദറബ് കാർഡ് കരസ്ഥമാക്കി. മെട്രോയുടെ മാപ്പ് നോക്കി മനസ്സിലാക്കി. കാർഡ് സ്കാൻ ചെയ്ത് ഞങ്ങൾ ഉള്ളിൽ പ്രവേശിച്ചു. പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു. ഇന്ന് വെള്ളിയാഴ്ചയായതിനാൽ തിരക്ക് കുറവാണ്. 5 മിനിറ്റ് ഇടവിട്ട് ട്രെയിൻ ഉള്ളതിനാൽ അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല. ഇത് ബ്ലൂ ലൈനാണ്. ഇത് എയർപോർട്ട് വരെ പോകില്ല. KAFD എന്ന സ്റ്റേഷനിൽ ഇറങ്ങി യെല്ലോ ലൈനിലാണ് എയർപോർട്ടിലേക്ക് എത്തുക. ട്രെയിനിൽ പ്രവേശിച്ചു. മുമ്പിലേക്ക് നടന്നു. ഡ്രൈവർ ഇല്ലാത്ത ട്രെയിൻ ആയതിനാൽ മുമ്പിൽ പോയാൽ അനായാസം പുറം കാഴ്ചകൾ കാണാം. ഇപ്പോൾ ഭൂമിക്കടിയിലൂടെയാണ് സഞ്ചരിക്കുക. 12 സ്റ്റേഷനുകൾ കഴിഞ്ഞ് മാത്രമേ ഉപരിതലത്തിൽ പ്രവേശിക്കുകയുള്ളൂ. 2 ഫിലിപ്പീനി ചേച്ചിമാർ ഉറങ്ങുകയാണ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞുള്ള വരവാണ് എന്ന് തോന്നുന്നു. ടണലിലെ കാഴ്ചയും കടന്ന് ഉപരിതലത്തിലേക്ക് കടന്നു. കിങ് അബ്ദുൽ അസീസ് ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട് KAFD സ്റ്റേഷനിൽ എത്തുകയാണ്. ഇവിടെ നിന്നാണ് എയർപോർട്ടിലേക്ക് യെല്ലോ ലൈനിൽ മാറി കയറേണ്ടത്. ഓട്ടോമാറ്റിക്കായി തുറന്ന കവാടത്തിലൂടെ ഞങ്ങൾ പുറത്ത് കടക്കുമ്പോൾ കണ്ടത് ഉറങ്ങിക്കിടന്ന 2 ചേച്ചിമാർ സ്പീഡിൽ നടന്നകലുന്നതാണ്. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തുള്ള കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു. നല്ല വൃത്തിയുള്ള സ്റ്റേഷൻ. വേസ്റ്റ് ബാസ്ക്കറ്റ് ഒന്നുപോലും കാണാനില്ല. സ്റ്റേഷൻ പരിസരത്തും പ്ലാറ്റ്ഫോമിലും ട്രെയിനിനുള്ളിലും ആഹാര സാധനങ്ങൾ ഒന്നും തന്നെ അനുവദനീയമല്ല. 4 നിലയുള്ള സ്റ്റേഷനിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണ് ടോയ്ലറ്റ് സംവിധാനമുള്ളത്. സ്റ്റേഷന്റെ ഉള്ളിലെ മനോഹരമായ നിർമ്മാണ വൈഭവം ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. എല്ലാ നിലകളിലും നടന്നു കണ്ട് നിർമ്മാണ മനോഹാരിത കണ്ട് ആസ്വദിച്ചു. സ്റ്റേഷനിൽ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ കണ്ടത് വെൽക്കം ടു KAFD എന്ന രൂപമാണ്. പുതിയതും നിർമ്മാണത്തിലിരിക്കുന്നതുമായ പടുകൂറ്റൻ കെട്ടിടങ്ങൾ കാണാമായിരുന്നു. കിങ് അബ്ദുൽ അസീസ് ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ കേന്ദ്രമാണ് ഇവിടെ. ബഹുനില കെട്ടിടങ്ങളുടെ ഇടയിലൂടെ നടന്ന് ഞങ്ങൾ തിരിച്ച് സ്റ്റേഷനിലെത്തി. യെല്ലോ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോം ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. യെല്ലോ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമിലെത്തി. ട്രെയിനിനായി ഞങ്ങൾ കാത്തു നിന്നു. ഇവിടം വരെ എത്തിയത് ഭൂഗർഭ ടണലിലൂടെ ആയിരുന്നു. തുടർന്നുള്ള യാത്ര ഉപരിതലത്തിലൂടെ ആയതിനാൽ പുറം കാഴ്ചകൾ കാണാം.
انتبه لفجوة بين الرصيف والقطار. Mind the gap between the train and the platform. Destination Terminal 1 and 2. Foreign carriers for international flights. എയർപോർട്ട് അടുക്കുമ്പോൾ കുറച്ചു ഭാഗം വീണ്ടും ഭൂഗർഭ പാതയാണ്. പുറത്ത് കടക്കുമ്പോഴുള്ള കാഴ്ച കണ്ട് മുമ്പിലിരുന്ന ഒരു കുട്ടി ആഹ്ലാദിക്കുന്നുണ്ട്. അകലെ എയർപോർട്ട് ഹൈവേയും ചെക്ക് പോസ്റ്റും കാണാം. മൂന്ന് എയർപോർട്ട് ടെർമിനൽ ആണ് ഉള്ളത്. ടെർമിനൽ 1 ആയ അവസാന സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. എയർപോർട്ടിന്റെ ബാഹ്യ കാഴ്ച അതിമനോഹരമാണ്. പല വർഷങ്ങളിൽ നാട്ടിൽ പോകുമ്പോൾ എയർപോർട്ടിൽ വന്നു പോകുമെങ്കിലും ഇപ്പോഴാണ് റിയാദ് എയർപോർട്ടിന്റെ ബാഹ്യ ഭംഗി കാണുന്നത്. Terminal 1 and 2. Foreign carriers for international flights. This is the terminus. Please leave the train. Thank you for traveling on the Riyadh Metro. T1 ടെർമിനലിൽ ഞങ്ങൾ ഇറങ്ങി. മെട്രോ സ്റ്റേഷനെയും എയർപോർട്ടിനെയും ബന്ധിപ്പിക്കുന്ന കോറിഡോറിലേക്ക് ലിഫ്റ്റ് വഴി ഇറങ്ങി മുമ്പോട്ട് നടന്നു. റിനോവേഷൻ കഴിഞ്ഞ എയർപോർട്ട് കണ്ടപ്പോൾ പുതുമയും മനോഹാരിതയും തോന്നി. എയർപോർട്ടിന്റെ ഡിപ്പാർച്ചർ ടെർമിനലിൽ പ്രവേശിച്ചു. എയർപോർട്ടിന്റെ പുറം കാഴ്ചകൾ കാണുവാൻ ഞങ്ങൾ കവാടത്തിലൂടെ പുറത്തിറങ്ങി. നിയമവിരുദ്ധമായി പാർക്ക് ചെയ്ത ഒരു കാർ ടോ ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാമായിരുന്നു. തിരികെ കാർ പാർക്കിലൂടെ പ്രവേശിച്ച് വോക്ക് വേയിലൂടെ മടക്കയാത്രയ്ക്ക് മെട്രോ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു. മടക്കയാത്രയിൽ നൂറ യൂണിവേഴ്സിറ്റി, അൽ-ഇമാം യൂണിവേഴ്സിറ്റി, പടുകൂറ്റൻ നിർമ്മിതികളും കണ്ട് റിയാദിൻ്റെ വികസനം മനസ്സിലാക്കി ഞങ്ങൾ മടങ്ങി.
സഞ്ചരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയിലും വ്യത്യസ്തമാണ് മെട്രോയിലെ കാഴ്ചകൾ. മെട്രോ ഉയരത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് പട്ടണത്തിൻ്റെ ആകാശ കാഴ്ച വീക്ഷിക്കാം. ഈ യാത്ര ഞങ്ങൾ വളരെ ആസ്വദിച്ചു. മെട്രോ തുടങ്ങിയതുകൊണ്ടാണല്ലോ ഈ കാഴ്ചകൾ കാണുവാൻ സാധിച്ചത്. ഇവിടെ പ്രവാസിയായി ഏറെക്കാലം ജീവിച്ചു എങ്കിലും ഞങ്ങൾ ജോലി ചെയ്യുന്ന പട്ടണവും അതിൻ്റെ സൗന്ദര്യവും വികസനവും ഇതുവരെ കാണുവാനും ആസ്വദിക്കുവാനും പറ്റിയിരുന്നില്ല. ഈ യാത്രയിലൂടെ അത് സാഫല്യമായി. മെട്രോയ്ക്ക് നന്ദി. ശുഭയാത്ര.